നോക്കിക്കോളൂ. യെസ്, കം ബാക്ക്. നോർത്ത് പോൾ കൊണ്ടുവരുമ്പോൾ ഈ നോർത്ത് പോൾ കൊണ്ടുവരിക എന്ന പ്രോസസ്സിനെ എതിർക്കും മൈനസ് സൈൻ. മൈനസ് സൈൻ ആണ് ലെൻസസ് ലോ. ലെൻസസ് ലോ പറയുന്നത് അക്കോർഡിംഗ് ടു ലെൻസസ് ലോ ഇൻഡ്യൂസ്ഡ് EMF or current is in such a way that it opposes the cause of that. ഈ കറണ്ടിന്റെ കോസ് ആരാ? അയാളാണ്. ഈ മാഗ്നറ്റ് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കോസ്. ഈ മാഗ്നറ്റ് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ എടുത്തു മാറ്റുന്നു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പോളാവട്ടെ. നോർത്ത് പോൾ കൊണ്ടുവരുന്നു, നോർത്ത് പോൾ എടുത്ത് മാറ്റുന്നു. സൗത്ത് പോൾ കൊണ്ടുവരുന്നത് സൗത്ത് പോൾ എടുത്ത് മാറ്റുന്നു. 4 ഡയഗ്രം നമ്മൾ വരച്ചു. നോർത്ത് പോൾ കൊണ്ടുവരുമ്പോൾ ഇവിടെ നോർത്ത് പോളാരിറ്റി കാണിക്കും. നോർത്തും കൊണ്ട് റിപ്പൽ ചെയ്യും. അപ്പോൾ മാഗ്നറ്റിനെ കൊണ്ടുവരിക എന്ന പ്രോസസ്സിനെ ഈ ഇൻഡ്യൂസ് കറണ്ട് വഴി ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എതിർക്കും. ഇതൊരു മാഗ്നറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാട് ഫീൽഡുണ്ട്. ഇതൊരു കറണ്ട് ക്യാരിങ് കോയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ഫീൽഡുണ്ട്. ആ ഫീൽഡും ഈ ഫീൽഡും തമ്മിൽ എപ്പോഴും എതിർപ്പാണ്. നോർത്ത് പോൾ കൊണ്ടുവരുമ്പോൾ നോർത്ത് പോളാരിറ്റി കാണിക്കുന്ന തരത്തിലാണ് ഇൻഡ്യൂസ് കറണ്ട്. നോർത്ത് പോൾ എടുത്ത് മാറ്റുമ്പോൾ ഇവിടെ സൗത്ത് പോളാരിറ്റി കാണിക്കും. നമുക്കത് എഴുതുമ്പോൾ എഴുതിയാൽ മതി, പടം വരണം മതി. നോർത്ത് പോൾ എടുത്ത് മാറ്റുമ്പോൾ ഇവിടെ സൗത്ത് പോളാരിറ്റി കാണിക്കും, ഇവിടെ നോർത്ത് പോളാരിറ്റിയും കാണിക്കും. തിരിച്ചെഴുതുന്നത്. അപ്പോൾ നോർത്ത് ആണ് എടുത്ത് മാറ്റിയേക്കണേ, പക്ഷെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് സൗത്ത് പോളാണ്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സാണ്. ഇങ്ങനെയായിരിക്കും. അപ്പോൾ കറണ്ട് ഇങ്ങനെ കാണിച്ചത്. ഈ പടത്തിൽ കറണ്ട് ഇങ്ങനെ കാണിച്ചത്. അങ്ങനെ കാണിച്ചാലേ ശരിയാവുള്ളൂ. അങ്ങനെ കറണ്ട് കാണിച്ചാൽ നോക്കൂ, അങ്ങനെ കറണ്ട് കാണിച്ചാൽ ഇതാണ് ഫീൽഡ് ഇൻസൈഡ് ദ കോയിൽ. ഇതാണ് കറണ്ടെങ്കിൽ ഇതാണ് ഫീൽഡ്. ഞാൻ പറഞ്ഞു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ 2 തരത്തിൽ യൂസ് ചെയ്യാം. സ്ട്രെയിറ്റ് കറണ്ടിന് തമ്പാണ് കറണ്ട്, കേളി ഫിംഗേഴ്സ് ആണ് ഫീൽഡ്. സർക്കുലർ ആയ കറണ്ടിന് സർക്കുലർ ആയ കേളി ഫിംഗേഴ്സ് ആണ് കറണ്ട്, തമ്പാണ് ഫീൽഡ്. തിരിച്ചും മറിച്ച് യൂസ് ചെയ്യാം. ഗുണമുണ്ട് ഈ തമ്പ് റൂളിന്. സ്ട്രെയിറ്റ് കറണ്ട് സർക്കുലർ ഫീൽഡ്, സർക്കുലർ കറണ്ട് സ്ട്രെയിറ്റ് ഫീൽഡ്. പഠിക്കാൻ ഭയങ്കര എളുപ്പം. കോയിലെ കറണ്ട് സ്ട്രെയിറ്റ് ആണോ സർക്കുലർ ആണോ? സർക്കുലർ ആണ്. അപ്പോൾ ഏതാണ് കറണ്ട് എടുക്കേണ്ടത്? കേളി ഫിംഗേഴ്സ്. അപ്പോൾ ഏതാണ് ഫീൽഡ്? തമ്പ്. നോക്കൂ കറണ്ട് എങ്ങനെയാന്ന് നോക്കൂ. അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഈ വിരലിൽ നിന്ന് ഈ വിരലിലേക്ക് ഇതിലേക്ക് അങ്ങനെ ചുറ്റി വരണം. ഇതൊരു കറണ്ട്, അടുത്ത ചുറ്റിൽ ഇത് കറണ്ട്, ഇത് അടുത്ത ചുറ്റിലെ കറണ്ട്, ഇത് അടുത്ത ചുറ്റിലെ കറണ്ട്, അങ്ങനെ വരണം കറണ്ട്. അതാണ് ഈ കാണിച്ചത്. അപ്പോൾ ഫീൽഡ് എങ്ങനെയാന്ന് നോക്കൂ. ഇതാണ് ഫീൽഡ്. ഉള്ളിലെ ഫീൽഡ് മുകളിലേക്ക്. ശരി, മുകളിലേക്ക് ഫീൽഡ് വരണമെങ്കിൽ നിർബന്ധമാണ് ഈ അറ്റം സൗത്ത് പോളായി തീർന്നേ പറ്റൂ. കാരണം ഇന്റേണലി ഒരു ഡൈപോളിൻ്റെ അകത്ത് ഫീൽഡ് എപ്പോഴും എങ്ങനെയാണ്? സൗത്ത് പോളിൻ്റെ നോർത്ത് പോളാണ്. പഠിച്ചു വെക്കേണ്ട കാര്യം. അപ്പോൾ ഇവിടെ സൗത്ത് പോളാരിറ്റി, അതായത് ഇവിടെ നോർത്ത് പോളാരിറ്റി കാണിച്ചു എന്ന് പറയാൻ കാരണം നോർത്ത് പോള് കൊണ്ടുവരിക എന്ന് പറയുന്നതിനെ ഈ സോളിനോയിഡ് എതിർക്കുന്നു. സോളിനോയിഡ് അല്ല എതിർത്തേക്കണേ, സോളിനോയിഡിൽ ഉണ്ടായ കറണ്ട് വഴി ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ്, ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ കാരണക്കാരൻ ആരാണോ അതിനെ ഈ കറണ്ട് വഴി ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് എതിർക്കുന്നു. ആക്ച്വലി ഇവിടെ എത്ര ഫീൽഡ് ഉണ്ട്? 2 ഫീൽഡ് ഉണ്ട്. ഏതാ? ഒന്ന് കോസ്, മാഗ്നറ്റിന്റെ ചുറ്റുമുള്ള ഫീൽഡാണ് കോസ്. മാഗ്നറ്റ് മൂവ് ചെയ്തു, അതാണ് കോസ്. അപ്പോൾ ഒരു കറണ്ട് ഉണ്ടായി. ഓക്കെ, ആ കറണ്ട് ഇൻഡ്യൂസ് കറണ്ട്, ആ കറണ്ട് വഴി ഒരു ഫീൽഡ് ഉണ്ടായി. ആ കറണ്ട് വഴി ഉണ്ടായ ഫീൽഡാണ് മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു സോളിനോയിഡിൻ്റെ അകത്ത്, ഐ മീൻ ഒരു കോയിലിൻ്റെ അകത്ത് ഫീൽഡ് മുകളിലേക്ക് വരണമെങ്കിൽ ഡൗൺ സൈഡ് ലോവർ സൈഡ് സൗത്ത് പൊളാരിറ്റി ആയേ പറ്റൂ. ഇന്റേണലി ഒരു ഡൈപോളിനകത്ത് ഫീൽഡ് സൗത്ത് ആയിട്ട് നോർത്ത് ആണ്. അത് പഠിച്ചു വയ്ക്കണം. അത് പഠിക്കാതെ കൊടുത്തു. അപ്പോൾ നോർത്ത് പോൾ കൊണ്ടുവരുമ്പോൾ നോർത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്തു ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണത് നോർത്തും കൂടി റിപ്പൽ ചെയ്തു. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് ദി മാഗ്നറ്റിനെ ഈ സോളിനോയിഡ് എതിർത്തു ലെൻസസ്. ഇനി നോർത്ത് പോൾ ഇത് മാറ്റുന്നു. ദിസ് ഈസ് ദ നെക്സ്റ്റ് ഡയഗ്രാം. അപ്പോൾ ഇവിടെ സൗത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യും, ഇവിടെ നോർത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യും. അടുത്തൊരു പടം വരച്ചാൽ മാർക്സ് നമ്മളല്ലെങ്കിൽ മാറ്റി വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആരോ മുകളിലേക്കാണ്. അപ്പോൾ ഇത് മാറ്റുമ്പോൾ ഈ മാറ്റുന്നതിനെയും എതിർക്കും. ഈ സോളിനോയിഡിൻ്റെ അടുത്തുനിന്ന് ഈ നോർത്ത് പോള് എടുത്ത് മാറ്റുന്ന സമയത്ത്, അല്ലേ നോർത്ത് പോള് എടുത്ത് മാറ്റുന്ന സമയത്ത് ഇവിടെ സൗത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കറണ്ട് തിരിച്ചു വരയ്ക്കേണ്ടി വരും. കറണ്ട് ഞാൻ വീണ്ടും മാച്ച് വരച്ചിട്ടില്ല. കറണ്ട് ഇങ്ങനെ എന്നുള്ള കറണ്ട് ഇങ്ങനെ എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ കറണ്ട് എന്ന് പറയുമ്പോൾ താഴേക്കാണ് കറണ്ട്, കേളി ഫിംഗേഴ്സ്, ഫീൽഡ് ഇൻസൈഡ്.
ദ സോളിനോയിഡ് താഴേക്കാണ്. അപ്പൊ മുകളറ്റം സൗത്ത് പോളായി തീരണേ പറ്റും. ഓട്ടോമാറ്റിക്കലി ഇവിടെ നോർത്ത് പോൾ ഒന്നും പറയാൻ കഴിയും. ഈ നോർത്ത് സൗത്തും കൂടി അട്രാക്ഷനിലിരിക്കും. അപ്പൊ എടുത്ത് മാറ്റുന്ന പ്രോസസ്സിനെയും ആരെ എതിർക്കും? ഇയാൾ എതിർക്കും. കാരണക്കാരൻ ആരാണ്? കറണ്ടിന്റെ കാരണക്കാരൻ ആരാണ്? മാഗ്നറ്റിന്റെ മോഷനാണ് കറണ്ടിന്റെ കാരണക്കാരൻ. ഇത് കോസ് എന്ന് പറയുന്നത് ഈ മാഗ്നറ്റ് ആണല്ലോ, മൂവ് ചെയ്യുന്നു, അതാണ് കാരണം. അപ്പോൾ ഒരു കറണ്ട് ഉണ്ടായി. ആ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ഇൻ സച്ച് എ വേ ദാറ്റ് ഈ നോർത്ത് പോളിന്റെ അടുത്ത് മാറ്റുക എന്ന പ്രോസസ്സിനെ ഇയാൾ എതിർക്കുക എന്ന് പറഞ്ഞാൽ അയാൾ വലിച്ചു പിടിക്കും. മൂവ് ചെയ്യുന്നതിനെ എതിർക്കുക എന്ന് വെച്ചാൽ അട്രാക്ട് ചെയ്യും. നേരത്തെ കൊണ്ടുവരുന്നതിനെ എതിർക്കുക എന്ന് വെച്ചാൽ റിപ്പൽ ചെയ്യും. ഇപ്പം എടുത്ത് മാറ്റുന്നതിനെ എതിർക്കുക എന്ന് വെച്ചാൽ അട്രാക്ട് ചെയ്യും. നോർത്തിൻ്റെ അടുത്ത് ആര് വന്നാലേ അട്രാക്ഷൻ നടക്കുള്ളൂ? സൗത്ത് വന്നാലേ അട്രാക്ഷൻ നടക്കുള്ളൂ. അപ്പം മുകളറ്റം എന്തായിത്തീരണം? സൗത്ത് പോളായിത്തീരണം. അപ്പോൾ കറണ്ട് ഇങ്ങനെ വരച്ചാൽ ശരിയാവില്ല, ഇങ്ങനെ വരയ്ക്കണം കറണ്ട്. അതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. So field inside the solenoid is downward. Accordingly, the upper face of the solenoid should exhibit south polarity and lower side north polarity. അപ്പോൾ മാഗ്നറ്റിനെ കൊണ്ടുവരുന്ന പ്രോസസ്സിനെ എതിർത്തു, എടുത്ത് മാറ്റുന്ന പ്രോസസ്സിനെയും എതിർത്തു. കൊണ്ടുവരുന്ന പ്രോസസ്സിനെ എതിർക്കാന്ന് വെച്ചാൽ റിപ്പൾഷൻ, എടുത്ത് മാറ്റുന്ന പ്രോസസ്സിനെ എതിർക്കാന്ന് വെച്ചാൽ അട്രാക്ഷൻ. ഇനി ഇത് മറ്റേ പ്രൊഡ്യൂസ് ചെയ്താലും സംഭവം ഇതൊക്കെ തന്നെ. ഞാൻ ആരോ വീണ്ടും താഴേക്ക് തിരിച്ചിട്ടിട്ടെ, പക്ഷെ ഇവിടെ സൗത്ത് എന്ന് എഴുതട്ടെ, ഇവിടെ നോർത്ത് എന്ന് എഴുതട്ടെ, മാച്ച് വരയ്ക്കാണ് എടുത്ത് പടം. സൗത്ത് പോൾ കൊണ്ടുവരുമ്പോൾ സൗത്ത് പൊളാരിറ്റി കാണിക്കണം. പടം ഇനിയിപ്പോൾ എന്നും എസ് മാറ്റി എഴുതേണ്ട ആവശ്യമില്ല. സൗത്ത് പോൾ കൊണ്ടുവരുമ്പോൾ സൗത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യണം. മുകൾ ഭാഗത്ത് സൗത്തും കൂടി റിപ്പൽ ചെയ്യും. സൗത്തും കൂടി റിപ്പൽ ചെയ്യും. റിപ്പൾഷൻ എന്ന് പറയുന്നതാണ് എതിർപ്പ്. അപ്പോൾ അക്കോർഡിംഗ് ടു ലെൻസസ് ലോ, ഇൻഡ്യൂസ് കറണ്ട് ഓർ EMF ഇൻ എ സർക്യൂട്ട് ഇസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ഇറ്റ്സ് കോസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലോ. പഠിച്ചാലേ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാം. എടുത്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിൾ. ഇനി സൗത്ത് പോൾ എടുത്ത് മാറ്റുമ്പോഴോ അല്ലേ സൗത്ത് കൊണ്ടുവരുമ്പോൾ സൗത്ത് ഉണ്ടായാലല്ലേ റിപ്പൾഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ, അപ്പോഴല്ലേ എതിർപ്പെന്ന് പറയാൻ പറ്റുള്ളൂ. ആരോ തിരിച്ചിടാം. സൗത്ത് പോൾ എടുത്ത് മാറ്റാൻ പോണേ, സൗത്ത് പോൾ റിമൂവ് ചെയ്യാൻ പോണേ. ഇവിടെ എന്ത് ഡെവലപ്പ് ചെയ്യണം? നോർത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യണം. കറണ്ട് അങ്ങനെ അതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ കാണിച്ചാൽ കറണ്ട് കറക്റ്റാണ്. ഇപ്പോൾ കാണിച്ചാൽ കറണ്ട് കറക്റ്റാണ്. താഴെ സൗത്ത്, മുകളിൽ നോർത്ത് ഉണ്ട്. അതിന് കാരണം എന്താ? എടുത്ത് മാറ്റുമ്പോൾ ഈ മാറ്റുക എന്ന പ്രോസസ്സിനെ ഇയാളെ എതിർക്കും. ഈ കോയിൽ എതിർക്കാന്ന് വെച്ചാൽ, മാറ്റുന്നതിനെ എതിർക്കാന്ന് വെച്ചാൽ പിടിച്ച് നിർത്തുക എന്ന് വെച്ചാൽ വലിച്ചു നിർത്തുക. എടുത്ത് മാറ്റുന്ന പ്രോസസ്സിനെ ഇയാളെ എതിർക്കാന്ന് വെച്ചാൽ അട്രാക്ട് ചെയ്യുക. സൗത്ത് പോളാണ് റിമൂവ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇയാളെ എതിർക്കാന്ന് വെച്ചാൽ ഇവിടെ നോർത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഇയാൾക്ക് നോർത്ത് സൗത്ത് കൂടി അട്രാക്ഷൻ ഇരിക്കും. എടുത്ത് മാറ്റുന്ന പ്രോസസ്സിനെ ഇയാൾ എതിർത്തു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അതായത് ഇവിടെ നോർത്ത് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇവിടെ സൗത്ത് ആയി തീർന്നു. സൗത്താണ് താഴെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കറണ്ട്, താഴത്തുനിന്ന് മുകളിലേക്ക്. ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് മുകളിലേക്കാണ്. അപ്പം നമ്മൾ 4 എക്സ്പെരിമെൻ്റ് 4 ഫിഗേഴ്സ് നേരത്തെ കൊണ്ട് 4 ഫിഗേഴ്സ് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൂടുതലായി പറഞ്ഞത് ലെൻസസിലാണ്. പടങ്ങളൊക്കെ അത് തന്നെ. ഫിഗർ 1, ഫിഗർ 2, ഫിഗർ 3, ഫിഗർ 4 നേരത്തെ വരച്ചു. ആ ഫിഗറൊക്കെ തന്നെ. പക്ഷെ അവിടെ ഈ പൊളാരിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് കൃത്യമായിട്ട് എഴുതി പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഹൗ വിൽ യു എക്സ്പ്ലെയിൻ ലെൻസസ് ലോ ഇൻ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെ എഴുതും? കൺസിഡർ എ സോളിനോയിഡ് whose ends are connected to a sensitive galvanometer forming a closed circuit. Maybe without a key. ഒരു കീ വെച്ചിട്ടോ കീ ഇല്ലാണ്ടോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. കീ ഉണ്ടെങ്കിൽ കീ ക്ലോസ് ചെയ്യും. ക്ലോസ് സർക്യൂട്ട് ഉണ്ടാക്കി. ബ്രിങ് ദ നോർത്ത് പോൾ ഓഫ് എ ബാർ മാഗ്നറ്റ് ത്രൂ ദ അപ്പർ എൻഡ് ഓഫ് ദ സോളിനോയിഡ്. ഇൻട്രൊഡക്ഷൻ ഓഫ് ദ മാഗ്നറ്റ് ഈസ് കൊണ്ടുവരുന്ന അതിലേക്ക് ഇൻട്രൊഡ്യൂസ്, അതിലേക്ക് ഇറക്കാൻ പോകണേ, എൻ്റെ കോയിലിൻ്റെ ഉള്ളിലേക്ക് ഇറക്കാൻ പോകണേ, അല്ലെങ്കിൽ പുറത്തായാലും കുഴപ്പമില്ല, എവിടെയെങ്കിലും പോയി നോക്കും. ഇൻട്രൊഡക്ഷൻ ഓഫ് ദ മാഗ്നറ്റ് ഈസ് ഒപ്പോസ്ഡ് ബൈ ദ സോളിനോയിഡ്. Accordingly, when the north pole is brought through the upper, എവിടെ കൂടെ കൊണ്ടുവന്ന് പറയണല്ലോ, മുകൾ ഭാഗത്തേക്ക് കൂടെ അല്ല കൊണ്ടുവന്നേക്കണം ഇപ്പം പടത്തിൽ. when the north pole of the bar magnet is brought, എങ്ങനെ brought towards the upper end of the solenoid, that upper end will exhibit same polarity. south pole കൊണ്ടുവന്നേക്കണമെങ്കിൽ upper end will exhibit south polarity. north pole എടുത്ത് മാറ്റാണെങ്കിൽ the upper end will exhibit south polarity. സൗത്ത് പോളാണ് എടുത്ത് മാറ്റുന്നതെങ്കിൽ ദ അപ്പർ എൻഡ് വിൽ എക്സിബിറ്റ് നോർത്ത് പൊളാരിറ്റി. എന്ന് വെച്ചാൽ എപ്പോഴും ഒരു എതിർപ്പാണ്. ചില ആൾക്കാർ എപ്പോഴും ഒരു നെഗറ്റീവാന്ന് പറയുന്നത്. ഈ കോയിൽ എപ്പോഴും അങ്ങനെയാണ്, ഒരു നെഗറ്റീവാണ്. എന്താണ്? കോയിലിലേക്ക് ഒരു കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളെ മൂവ് ചെയ്യിച്ചത്. അങ്ങനെ അയാൾക്ക് കറണ്ട് ഉണ്ടാക്കി കൊടുത്തു. ആര്? ഇയാൾ.
ഈ മാഗ്നറ്റിന്റെ മോഷൻ വഴി ഇയാൾക്കൊരു കറണ്ട് ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ടോ ആ ഉണ്ടാകുന്ന കറണ്ട് വഴി ഉണ്ടായ ഫീൽഡ് ആ ഫീൽഡ് അതിന്റെ കാരണക്കാരനെ എപ്പോഴും എതിർക്കും. ഇതാണ് ലെൻസസ്. ഇത്രയുള്ളൂ പഠിക്കാനായിട്ട്. പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ എളുപ്പം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ആപ്ലിക്കേഷൻ പറയാ വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ ഈ ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ അങ്ങോട്ട് നീന്തണമെന്ന് ചോദിച്ചാൽ, ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ ഞാൻ അങ്ങോട്ട് നീന്താം. ഞാൻ നീന്തണത് അങ്ങടാണ്. അപ്പോൾ എനിക്ക് വെള്ളം തരുന്ന ഞാൻ ഇങ്ങനെയാണ് സ്വിം ചെയ്യുന്നത്. എൻ്റെ കൈ ഇങ്ങനെയാണ്. ഞാൻ കൈ വെച്ച് ഇങ്ങനെ തുഴഞ്ഞ് ഞാൻ മുമ്പിലേക്ക് നീങ്ങുന്ന സമയത്ത് എൻ്റെ മോഷനെ ഈ വാട്ടറിൽ ഞാൻ ഉണ്ടാക്കിയ വാട്ടർ കറണ്ട് എതിർക്കുന്നോ അതോ സപ്പോർട്ട് ചെയ്യുന്നു? ഞാനിങ്ങനെ നീന്തി പോകണം മുമ്പിലേക്ക്. അതാണ് വെള്ളത്തിലേക്ക് ഞാൻ അങ്ങോട്ടാണ് നീന്തി പോകണം. ഇവിടെ നിൽക്കുന്നത് ഞാൻ അങ്ങോട്ട് നീന്തി പോകണം. വെള്ളത്തിൽ ഒഴുക്കൊന്നുമില്ല, സ്റ്റിൽ വാട്ടറാണ്. പക്ഷെ ഞാൻ തുഴഞ്ഞ്, അതായത് എൻ്റെ കൈ സ്ട്രോക്സ്, ഞാൻ എൻ്റെ കൈകൾ ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് ഞാനൊരു ഒഴുക്കുണ്ടാക്കുന്നുണ്ടല്ലോ ബാക്കിലേക്കാണ്. ഞാൻ മുമ്പിലേക്കല്ലേ നീങ്ങുന്നത്. മുമ്പിലേക്ക് നീങ്ങുന്ന എന്നെ ബാക്കിലേക്ക് ഉണ്ടാക്കിയ ഒഴുക്ക് എതിർക്കോ അതോ സപ്പോർട്ട് ചെയ്യുമോ? എതിർക്കും. അങ്ങോട്ടൊരു ഒഴുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് എനിക്ക് സപ്പോർട്ടാണ്. ഞാൻ അങ്ങോട്ട് നീന്തുമ്പോൾ എനിക്ക് അങ്ങോട്ടൊരു ഒഴുക്ക് കിട്ടുകയാണെങ്കിൽ സപ്പോർട്ടല്ലേ? വെള്ളം അങ്ങോട്ട് ഒഴുകാണ്, ഞാൻ അങ്ങോട്ട് നീന്താണ്. അപ്പോൾ എനിക്ക് നീന്താൻ എളുപ്പമല്ലേ? കാരണം ഒഴുക്ക് അങ്ങോട്ട് തന്നെയാണ്, നീന്തുന്ന ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ ആ ഒഴുക്ക് സപ്പോർട്ടാണ്. പക്ഷേ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അനക്കമൊന്നുമില്ല. പക്ഷെ നമ്മൾ വെള്ളത്തിലേക്ക് ചാടി നീന്താൻ പോണേ, മുന്നോട്ട് നീന്തണം, ഓട്ടോമാറ്റിക്കലി പിന്നോട്ടൊരു വാട്ടർ കറണ്ട് ഉണ്ടാവുമല്ലോ. നമ്മൾ തുഴയുന്ന ബാക്കിലേക്കല്ലേ. വഞ്ചി തുഴയുന്നത് അങ്ങനെ തന്നെയല്ലേ. വഞ്ചി പോകുന്നത് മുമ്പിലേക്കാണ്. വഞ്ചി തുഴയുന്നത് ഇങ്ങനെ വഞ്ചി തുഴഞ്ഞാൽ വഞ്ചി ഇങ്ങോട്ടേ പോകുള്ളൂ. വഞ്ചി ഇങ്ങനെയാണ് തുഴയുന്നത്, അപ്പോഴല്ലേ ഇങ്ങോട്ട് പോകുള്ളൂ. അപ്പോൾ വാട്ടർ കറണ്ട് ബാക്കിലേക്ക്. അപ്പോൾ മൂവ്മെന്റിനെ എതിർക്കാണ് എപ്പോഴും. അതേപോലെ ഇതിലുണ്ടായ ഒരു കറണ്ട്, ആ കറണ്ടിന്റെ കാരണക്കാരനെ ഈ കറണ്ട് വഴി ഉണ്ടായ ഫീൽഡ് എതിർക്കുന്നു. അപ്പോൾ കറണ്ട് വഴി ഉണ്ടായ ഫീൽഡ് എന്നൊക്കെ ഡീറ്റെയിൽസ് ആണ്. അത്രയും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് എന്ന് പറയുമ്പോൾ കറണ്ട് എതിർക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു മീനിങ് വരില്ല. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ എ കോയിൽ ഈസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഫീൽഡ് ഡ്യൂ ടു ദാറ്റ് കറണ്ട് ഒപ്പോസസ് ഇറ്റ്സ് കോസ്. ക്ലിക്കായോ? അത് കാരണം ഏതാണ്? കറണ്ട് ഉണ്ടാവുള്ള കാരണം ഈ മാഗ്നറ്റ് അല്ലേ. മാഗ്നറ്റ് മൂവ് ചെയ്യുന്നു, അതാണ് കാരണം. അതിനെ എതിർക്കുന്ന തരത്തിലാണ് എപ്പോഴും ഒരു സർക്യൂട്ടിൽ ഇൻഡ്യൂസ് കറണ്ട് വഴി ഉണ്ടാകുന്ന ഫീൽഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡൈപോളിൻ്റെ പൊളാരിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അതാണ് സംഭവം. മറന്നില്ല. ഈ 4 ഫിഗർ വരച്ചല്ലോ. ഫിഗർ 1, ഫിഗർ 2, അത് നമ്മളിനി എടുത്ത് പറയും. ഫിഗർ 1 മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ കൊണ്ടുവരാണേ. അപ്പോൾ ഈ ഭാഗം എങ്ങനെയായിത്തീരും, ഈ ഭാഗം എങ്ങനെയായിത്തീരും. നോർത്ത് പോൾ എടുത്ത് മാറ്റാണേ ഫിഗർ 2. അപ്പോൾ എങ്ങനെയാണ് പൊളാരിറ്റിയിൽ മാറ്റം വരുന്നത്? ആ 4 ഫിഗർ അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. അതല്ലേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യങ്ങൾ വരുമ്പോൾ ഇത് അറിയാമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തോളൂ. എവിടെ വരെ എഴുതി നിർത്തി? എന്താ എഴുതി നിർത്തി? എക്സ്പ്ലനേഷൻ അല്ലേ? അപ്പോൾ എഴുതാം. ഫിഗർ ഷോസ് a solenoid connected to a galvanometer. Figure shows a solenoid connected to a galvanometer. Figure shows a solenoid connected to a galvanometer. Connected to a galvanometer. Figure shows a solenoid connected to a galvanometer. Forming a closed circuit. That's important. Forming a closed circuit. Circuit open ആയ ഒരു കാര്യമില്ല. Forming a closed circuit. Let us take the example of north pole of a bar magnet. Let us take the example of north pole of a bar magnet. Let us take the example of north pole of a bar magnet. North pole of a bar magnet brought towards the upper end of the solenoid. Let us take the example of north pole of a bar magnet brought to the upper end of this solenoid. To the upper end of the solenoid. North pole of a bar magnet is brought to the brought to the upper end of the solenoid. Then
upper end will exhibit north polarity. Then upper end will exhibit north polarity. Then upper end will exhibit north polarity. North polarity. Then upper end will exhibit north polarity. അപ്പോൾ മാഗ്നറ്റിന്റെ ഇൻട്രൊഡക്ഷനെ എതിർക്കും. ബ്രാക്കറ്റിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ മാഗ്നറ്റ് ഈസ് ഒപ്പോസ്ഡ്. ബ്രാക്കറ്റിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ദി magnet is opposed. Introduction of the magnet is opposed by the solenoid. Introduction of the magnet is opposed by the solenoid. Opposed ചെയ്യണമെങ്കിൽ repulsion വരണല്ലോ. Opposed by the solenoid, comma repulsion. Repulsion. Oppose ചെയ്യുന്നതിന് തെളിവാണ് റിപ്പൽ ചെയ്തു. നോർത്തിൽ നോർത്തും കൂടി റിപ്പൽ ചെയ്തു. റിപ്പൽഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ പടം വരയ്ക്കാൻ തന്നെ എഴുതിപ്പോണ്. ലെറ്റ് us take another case where അടുത്ത ലൈനായിട്ടോ അടുത്ത പാരഗ്രാഫായിട്ടോ തുടങ്ങാം. let us take another case of the bar magnet taken away from another case of the bar magnet taken away from the solenoid എവിടെ നിന്നാണ് away from the solenoid from the upper end. Taken away from the solenoid. എവിടെ നിന്ന് away from എന്ന് പറയണല്ലോ, അകത്തി മാറ്റിന്ന്. away from എന്ന് അകത്തി മാറ്റി. taken away from the solenoid അതിൽ താഴത്തുനിന്നും ആവല്ലോ, അപ്പോൾ അങ്ങനെ അത് ക്ലാരിഫൈ ചെയ്യണം. from the upper end of the solenoid. taken away from the solenoid, comma from the upper end of the solenoid. from the upper end of the solenoid. full stop ഇട്ടിട്ട് if the north pole of the bar magnet is taken away from, if the north pole of the bar magnet is taken away from, if the north pole of the bar magnet is taken away from, north pole ആണ് എടുത്ത് മാറ്റിയേക്കണമെങ്കിൽ, if the north pole of the bar magnet is taken away from, then അങ്ങനെയാണെങ്കിൽ ഈ അപ്പർ എൻഡ് ഏത് പൊളാരിറ്റി കാണിക്കുന്നു പറയണം. then the upper end of the solenoid, then the upper end of the solenoid will exhibit south polarity. അല്ലേ, എന്നാലേ ശരിയാവും. സൗത്ത് പൊളാരിറ്റി താഴെ നോക്കുന്നത് കറണ്ട് തിരിച്ചു വരിക. സൗത്ത് പൊളാരിറ്റി പടം വരയ്ക്കുകയാണെങ്കിൽ ആരൊക്കെ തിരിച്ചത് വെച്ചാൽ നല്ലത്. പടം വരയ്ക്കാൻ ഇത്ര വലിയ സമയം വേണ്ട, ജസ്റ്റ് ഒരു 1/2 മിനിറ്റ്. അപ്പോൾ താഴേക്കാണ് കറണ്ട്. ഞാനിവിടെ ആരോ ഒക്കെ തിരിച്ചിട്ടാണ് നോക്കുന്നത്. ആരോ എല്ലാം മറിഞ്ഞു വന്നേക്ക് നോക്കും. ഇതെങ്ങനെയാണ് കറണ്ട് കയറുന്നത്. ഇതാണ് 5 ആമ്പിയർ കറണ്ട്. കറണ്ട് 5 ആമ്പിയർ. നോർത്ത് പോൾ ഇത് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ സൗത്ത് പൊളാരിറ്റി ഉണ്ടായി. ഇവിടെ നമ്മൾ എഴുതാൻ പോണ ഇനി അട്രാക്ഷൻ ആണ്. നേരത്തെ റിപ്പൾഷൻ എഴുതിയ സ്ഥലത്ത് ഇവിടെ എഴുതാൻ പോണ അട്രാക്ഷൻ ആണ്. ബാക്കി 2 പടങ്ങളിലും വരയ്ക്കണ്ട. നമുക്ക് സിമിലർലി വിത്ത് സൗത്ത് പോൾ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി. ഈ പടം കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പൂർത്തിയായി. ലെൻസിലൂടെ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ് പൂർത്തിയായി. ഇവിടെ ആരോ നമ്മൾ തിരിച്ചിടണം കേട്ടോ. ഇവിടത്തെ ആരോ, ഈ പോയിന്ററിന്റെ ആരോ നേരത്തെ വലത്തോട്ട കാണിച്ചെങ്കിൽ ഇപ്പൊ പോയിന്റർ ഡിഫ്ലക്ട് ചെയ്ത് ഇടത്തോട്ട് കാണിച്ചത് നല്ലത്. ഇപ്പോഴല്ലേ ശരിയാവുള്ളൂ. നേരത്തെ കറണ്ട് എങ്ങനെയാണോ അതിനനുസരിച്ച് പോയിന്റർ 0-ൽ നിന്ന് വലത്തോട്ടാണ് മൂവ് ചെയ്തതെങ്കിൽ ഇപ്പൊ ഇടത്തോട്ടല്ലേ മൂവ് ചെയ്യാൻ സാധ്യത. അപ്പൊ എല്ലാ ആരോയും മറിഞ്ഞു വരും. കറണ്ടിന്റെ ആരോയും ഒക്കെ മറിഞ്ഞു വരും. പൊളാരിറ്റിയും മറിഞ്ഞു വരും. അപ്പോൾ പറയേണ്ടത് in this case there will be attraction.
there will be attraction for the magnet with the coil. In this case, there will be attraction for the magnet with the coil. In this case, there will be attraction. There will be attraction for the magnet with the coil. Here also, motion of the magnet is opposed by the solenoid. Here also, motion of the magnet is opposed by the solenoid. Here also, motion of the magnet is opposed by the solenoid. Opposed by the solenoid. Opposed by the solenoid. Comma, explaining the minus sign. Explaining the minus sign as Lenz's law in Faraday's law. Explaining the minus sign. Minus sign. Explaining the minus sign of Lenz's law. എവിടെ കൊണ്ടാ മൈനസ് സൈൻ ഇട്ട്? ഇൻ ഫാരഡേസ് ലോ. ഫാരഡേസ് ലോയിൽ കൊണ്ടേ മൈനസ് സൈൻ ഇടാൻ പറ്റുള്ളൂ. വെറുതെ കൊണ്ട് മൈനസ് ഇടുന്നതിൽ കഥയില്ല. എക്സ്പ്ലെയിനിങ് ദി മൈനസ് സൈൻ ആസ് ലെൻസസ് ലോ ഇൻ ഫാരഡേസ് ലോ. ലെൻസസ് ലോ ചോദിച്ചാൽ ഫാരഡേസ് ലോ പറഞ്ഞിട്ട് d5/dt E ഈക്വൽ ടു E പ്രൊപ്പോർഷണൽ ടു d5/dt എന്ന് എഴുതി വെച്ചിട്ട് അതിൽ മൈനസ് സൈൻ ഇട്ട് കൊടുത്തിട്ട് ആ മൈനസ് സൈൻ ആണ് ലെൻസസ് ലോസ് പറയണം. എന്നിട്ട് കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് കേസ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. മാഗ്നറ്റ് കൊണ്ടുവരുന്നു, അതിലെടുത്ത് മാറ്റും. ഈ രണ്ട് കേസ് പറഞ്ഞാൽ ഇനി അടുത്ത പറയാനായിട്ട് അവസാനിപ്പിക്കാം. ദ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ഫർദർ. ദ കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഫർദർ with the south pole also. The coil magnet experiment can be explained further with the south pole also. With the south pole also. With south pole also. With south pole also. ഇത് പഠിച്ചാൽ നമുക്കിനി കോയിൽ എക്സ്പെരിമെന്റ് പഠിപ്പിക്കാൻ എളുപ്പമാണ്. പെട്ടെന്ന് പഠിച്ചു തീർക്കാം. അത് വേറെ ഒന്നുമില്ല. രണ്ട് കോയിൽ വേണം. നോക്കാം, ജസ്റ്റ് നോക്കിയിരുന്നോ. ചിലപ്പോൾ ഇതൊരു കോയില്. ഈ കോയിൽ ഒരു കറന്റ് ക്യാരിങ് കോയിൽ ആക്കാൻ പോകണം. അടുത്തൊരു കോയില്. ഇതിന് കറന്റ് ക്യാരിങ് കോയിലല്ല, പക്ഷെ കറണ്ട് അതിലുണ്ടാവും. എ എന്ന കോയില് കറന്റ് ക്യാരിങ് കോയില്, ബി എന്ന കോയില് ഇൻഡ്യൂസ് കറന്റ് ഉണ്ടാകുന്ന കോയില്. കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ് പോലത്തെ വേറെ എക്സ്പെരിമെന്റ് ആണ് കോയിൽ എക്സ്പെരിമെന്റ്. എന്താ കോയിൽ രണ്ട് കോയിൽ. എ ഈസ് എ കോയിൽ വിച്ച് ക്യാരീസ് എ കറന്റ്. ഞാനൊരു കറണ്ട് എങ്ങനെ കാണിക്കാം? സെല്ലിൻ്റെ ഇവിടെ മൈനസ് പ്ലസ് മൈനസ് പ്ലസ് നിന്ന് കറണ്ട് പുറപ്പെട്ടു 5 ആംപിയർ. ആ കറണ്ട് എ എന്ന കോയിലിന്റെ മുകളറ്റം വഴി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് താഴെ എത്തി മൈനസിലെത്തി ഉള്ളിൽ കൂടി അത് കംപ്ലീറ്റ് ചെയ്തു. ഇറ്റ് ഈസ് എ കറന്റ് ക്യാരിങ് കോയിൽ. ദിസ് ഇസ് എ നെയ്ബറിംഗ് കോയിൽ വിച്ച് ഡു നോട്ട് ക്യാരി എനി കറന്റ് ഇനീഷ്യലി. പക്ഷേ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ ഗാലനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യും. ഈ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ്. ഈ സ്വിച്ച് ഇങ്ങനെ അടയ്ക്കുന്ന സമയത്ത് ഇത് കീ ആണ്. കീ അടയ്ക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും പോയിന്റർ. കീ തുറക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഈ കോയില് ബി എന്ന കോയില് കറന്റ് ക്യാരിങ് കോയിൽ ആയി തീർന്നു. ഇതിൽ കറണ്ട് പാസ് ചെയ്യാൻ നമ്മൾ സെല്ല് ഉപയോഗിച്ചു. ഈ സർക്യൂട്ടിലില്ല. ഇതായിട്ട് ബന്ധമുണ്ടോ? അടുത്തിരിക്കുന്നു എന്നുള്ള ബന്ധമുണ്ട്, ശരിയാണ്. എ എന്ന കോയിലിന് അടുത്താണ് ബി ഇരിക്കുന്നത്, ശരിയാണ്. അടുത്തിരുന്നാലേ ശരിയാവുള്ളൂ. വളരെ ദൂരമുണ്ട് ബി എന്ന കോയിൽ വെച്ചാൽ ഇവിടെ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ ഈ കോയിലിന് ചുറ്റുപാടുള്ള ഫീൽഡ് ഇതിലേക്ക് ലിങ്ക് ചെയ്യണമല്ലോ. ഈ കോയിലിന്റെ ചുറ്റുപാടിൽ ഫീൽഡ് ഉണ്ടാവുമല്ലോ, കാരണം ഇത് കറന്റ് ക്യാരിങ് കോയിൽ ആയില്ലോ. എ എന്ന കോയിലിനെ സെല്ല് വെച്ചിട്ട് കീ ക്ലോസ് ചെയ്തിട്ട് എ എന്ന കോയിലിനെ കറന്റ് ക്യാരിങ് കോയിലാക്കി. അപ്പം ഇതിന്റെ ചുറ്റുപാടും അകത്തും പുറത്തും ഒക്കെ എന്തുണ്ട്? ഒരു മാഗ്നറ്റിന്റെ അകത്തും പുറത്തും ഒക്കെ ഫീൽഡ് ഉണ്ടെന്ന് പറയുന്ന പോലെ ഇതൊരു കറന്റ് ക്യാരിങ് സോളിനോട് ആയപ്പോൾ ഇതിന്റെ അകത്തും പുറത്തും ഒക്കെ എന്തുണ്ട്? ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡ് ഇതിന്റെ നെയ്ബർഹുഡിൽ ഇരിക്കുന്നതിനാൽ ബി എന്ന കോയില് എ എന്ന കോയിലിന്റെ സറൗണ്ടിങ് സ്പേസ്, അതായത് നെയ്ബർഹുഡിൽ ഇരിക്കുന്നതിനാൽ
ബി എന്ന കോയിലിലേക്ക് ഇതിന്റെ ചുറ്റുപാടുള്ള ഫീൽഡ് ബന്ധപ്പെടും, ലിങ്ക്ഡ് വിത്ത് എന്നൊക്കെ എഴുതി നമ്മൾ. ബി എന്ന കോയിലിലേക്ക് എ എന്ന കോയിലിന്റെ ചുറ്റുപാടുള്ള ഫീൽഡ് ലിങ്ക് ചെയ്യും. ആ ലിങ്ക് ചെയ്യുന്ന ഫീൽഡ് ചേഞ്ച് ആകും. അങ്ങനെ ചേഞ്ച് ആവണം. എ എന്ന കോയിലൊരു ഫിക്സഡ് കറണ്ട് അല്ലേ പാസ് ചെയ്യുന്നത്? എ എന്ന കോയിലിൽ ഫിക്സഡ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ എങ്ങനെയാ ഇതിലേക്ക് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ചേഞ്ച് ആവണേ? എ എന്ന കോയിലിൽ ഫിക്സഡ് കറണ്ടാണ് പാസ് ചെയ്യുന്നത് എങ്കിലും ആ കറണ്ട് ഈ സർക്യൂട്ടിൽ ഗ്രോ ചെയ്ത് വരാൻ ഒരു ചെറിയ സാവകാശമുണ്ട്. നമ്മളിപ്പോൾ സ്വിച്ച് ഓൺ ചെയ്താൽ അപ്പം തന്നെ ഒരു ബൾബ് കത്തില്ല. ട്യൂബ് ലൈറ്റ് അല്ല, ട്യൂബ് ലൈറ്റ് ഒരു പറയുമ്പോൾ കൺഫ്യൂഷനാണ്. ട്യൂബ് ലൈറ്റ് പിന്നെ കത്താൻ സമയം എടുക്കും, അതല്ല ഉദ്ദേശം. ഒരു സാധാ ബൾബ്, ഫിലമെന്റ് ലാമ്പ്, നമ്മൾ ഹോൾഡറിലൊക്കെ ഇടുന്ന സാധാരണ ബൾബ്, ഫിലമെന്റ് ലാമ്പ്, ഉള്ളിൽ കോയിലാണ്, ഫിലമെന്റാണ്, പഴയ ടൈപ്പ്, പണ്ടത്തെ ടൈപ്പ്, 10 രൂപ കൊടുത്താൽ 25 വാട്ടിൻ്റെ ഫിലമെന്റ് ലാമ്പ്. ഒരു 25 രൂപ കൊടുത്താൽ ഒരു 20 വാട്ടിൻ്റെ അല്ലെങ്കിൽ 60 വാട്ട്, 60 വാട്ട്, കുറച്ച് പവർ കൂടിയ ബൾബ്, പഴയ ടൈപ്പ് ഉണ്ടോ. ഇപ്പൊക്കെ LED ലാമ്പ്, CFL ലാമ്പുകളല്ലേ. പണ്ടത്തെയൊക്കെ കോയിലുകളാണല്ലോ. ഇൻകാൻഡിസെൻസ് എന്നാണ് അതിന് പറയുന്നത്. ഇൻകാൻഡിസെൻസ് എന്ന് വെച്ചാൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ കോയില് ചുട്ടു പഴുത്തിട്ട് അതിൻ്റെ ലൈറ്റ് കൊടുക്കുന്നത്, അതാണ് ഇൻകാൻഡിസെൻസ്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ട്, ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. I²RT, H=I²RT സ്കൂളിലൂടെ പഠിക്കുന്നത്. കറണ്ടിൻ്റെ സ്ക്വയർ I, കറണ്ട് I², R റെസിസ്റ്റൻസ്, T ടൈം, I²RT, H എന്നത് ഹീറ്റ്. ആ ഹീറ്റാണ് ലൈറ്റായിട്ട് പുറത്തേക്ക്. ആ ഹീറ്റ് ചുട്ടുപഴുത്തിട്ടാണ് ആ കോയിൽ അല്ലേ. ആ ഫിലമെന്റ് ലാമ്പിൻ്റെ പ്രിൻസിപ്പിൾ അതാണ്. കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ ഫിലമെന്റ് ലാമ്പ് കറണ്ടിൻ്റെ പാസേജ് കൊണ്ട് ആ ഫിലമെന്റ് ചൂടാകും. നമ്മൾ വാട്ടർ ഹീറ്ററിൽ എന്താണ്, ആ ഒരു കോയിൽ ചൂടാകുമ്പോഴാണ് ആ വെള്ളം ചൂടാകുമെന്ന് പറയുന്ന മാതിരി. അതേമാതിരി ഫിലമെന്റ് ലാമ്പിൽ ഫിലമെന്റ് കറണ്ടിൻ്റെ പാസേജ് കൊണ്ട് ചൂടാകും. ചൂടായിട്ട് അത് ചുട്ടുപഴുക്കും. ചുട്ടുപഴുത്തൊരു സാധനത്തിൽ നിന്ന് ലൈറ്റ് പുറത്തേക്കും. ആണ് നമ്മൾ ഫിലമെന്റ് ലാമ്പിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇൻകാൻഡിസെൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഹീറ്റഡ് ടു വെരി ഹൈ ടെമ്പറേച്ചർ, അപ്പോഴേ അതിൽ നിന്ന് ലൈറ്റ് വരുള്ളൂ. എ ബോഡി ഹീറ്റഡ് ടു വെരി ഹൈ ടെമ്പറേച്ചർ, പക്ഷെ മെൽറ്റിംഗ് പോയിന്റ് വരെ ഒന്നും നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് ഒന്നും ആവില്ല. അതുകൊണ്ടല്ലേ ടങ്സ്റ്റൺ ഒക്കെയാണ് അതിൻ്റെ അകത്തുള്ള ഫിലമെന്റ്. ഏതാണ്? ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. സാധാരണ നമ്മൾ ഈ 10 രൂപ കൊടുത്ത് മേടിക്കുന്ന ഫിലമെന്റ് ലാമ്പിൻ്റെ അകത്ത് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ എന്ന് പറയുന്നതിന് മെൽറ്റിംഗ് പോയിന്റ് ഹൈയാണ്. എത്ര 4000-5000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എത്രയുണ്ട്? അത്രയൊന്നും എന്തായാലും എത്തില്ല എത്ര കറണ്ട് പാസ് ചെയ്താൽ. അതുകൊണ്ട് ഒരിക്കലും മെൽറ്റ് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. ഈ ഫിലമെന്റ് ചൂടായി ചുട്ടുപഴുത്ത് അതിൽ നിന്ന് ലൈറ്റ് പുറത്തേക്ക്. അങ്ങനെയാണ് നമുക്ക് വെളിച്ചം കിട്ടും. എന്തിനായിരിക്കും പോയി? എന്തിനാ ഫിലമെന്റ് ലാമ്പിലേക്ക് പോയി? ഒരു ലാമ്പ് ഓൺ ചെയ്താൽ പെട്ടെന്നത് ഫുൾ ബ്രൈറ്റ്നെസ്സിലേക്ക് വരില്ല. ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ സാധാരണ ബൾബ്, LED അല്ല, CFL അല്ല, സാധാരണ ഫിലമെന്റ് ലാമ്പ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രൈറ്റ്നെസ്സിലേക്ക് വരില്ല. പെട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചെറിയൊരു ഡിലേ ഉണ്ട്. അത് ഫുൾ ബ്രൈറ്റ് ആകാൻ ചെറിയ ഡിലേ ഉണ്ട്. എന്താ കാരണം എന്ന് പറയട്ടെ? ആ കോയിലിൽ തന്നെ ഒരു ഇൻഡ്യൂസ് കറണ്ട് ഉണ്ടാകും. ആ ഇൻഡ്യൂസ് കറണ്ട് പാസ് ചെയ്ത കറണ്ടിനെ എതിർക്കും. ഇവിടെ ഒരു ഇൻഡ്യൂസ് കറണ്ട് ഉണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ കറണ്ട് I എന്ന കറണ്ട്, ഇവിടെ തന്നെ ഒരു ഇൻഡ്യൂസ് കറണ്ട് റിവേഴ്സ് ഡയറക്ഷനിൽ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് കറണ്ട്, ഇവിടെ ഒരു I' എന്ന കറണ്ട് ഉണ്ടാവേണ്ടതെന്ന് വേണമെങ്കിൽ പറയാം. അത് നേരെ റിവേഴ്സ് ഡയറക്ഷനിൽ. ആ കറണ്ട് ഈ കറണ്ടിനെ എതിർക്കും. അതുകൊണ്ടാണ് ഇവിടെ ഒരു ബൾബ് വെച്ചാൽ ആ ബൾബ് കത്തി തെളിഞ്ഞു വരാനായിട്ട് ഇത്തിരി സമയം, മേ ബി ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. ആ ഡിലേ ആണെങ്കിൽ ഉണ്ട്. ഒരു ബൾബ് ഇവിടെ വെച്ചു ഈ സർക്യൂട്ടിൽ. ആ ബൾബ് ഫുൾ ബ്രൈറ്റ്നെസ്സിൽ വരാൻ ചെറിയൊരു ഇൻ്റർവൽ എടുക്കും. വൈ എന്ന് ചോദിച്ചാൽ ഈ കറണ്ട് കാരണക്കാരനാണ്. ഇതിൽ വേറെ കറണ്ട് ഉണ്ടാവും ഈ കോയിലിൽ. ഇതിൻ്റെ പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. ഇവിടെ ഒരു ഇൻഡ്യൂസ് കറണ്ട് ഉണ്ടാകും, മ്യൂച്വൽ ഇൻഡക്ഷൻ. 2 ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ പഠിപ്പിക്കാൻ പോകും കോയിൽ എക്സ്പെരിമെന്റിൽ. ഒന്ന് സെൽഫ് ഇൻഡക്ഷൻ, 2 മ്യൂച്വൽ ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. മ്യൂച്വൽ എന്ന് പറയുമ്പോൾ 2 പേര് വേണം, സെൽഫ് എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രം മതി. സെൽഫ് സ്റ്റഡി ഒറ്റയ്ക്ക് പഠിത്തമാണ്, മ്യൂച്വൽ സ്റ്റഡി കമ്പൈൻഡ് സ്റ്റഡി ഒരാളും കൂടി വേണം ചുരുങ്ങിയത്. അപ്പോൾ ഇവിടെ അടുത്തൊരാളിരിപ്പുണ്ട് ബി എന്ന കോയിൽ കറണ്ട് ക്യാരിങ് കോയിലാണോ? അല്ല. കറണ്ട് ഉണ്ടായോ? ഉണ്ടായി. ഏത് കറണ്ട്? ഇൻഡ്യൂസ് കറണ്ട്. ഏത് ഫിനോമിനോൺ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആരാണ് കാരണക്കാരൻ? ഈ കോയിലാണ് കാരണക്കാരൻ. ഈ കോയിൽ എങ്ങനെ കാരണക്കാരനായി? ആ കോയിലിനെ കറണ്ട് ക്യാരിങ് കോയിലാക്കി. അതുകൊണ്ടോ ആ കറണ്ട് വേരിയിങ് കറണ്ടാണ്. DC ആണ് ഞാൻ ഇവിടെ കൊടുത്തേക്കണേ, AC ഒന്നുമല്ല. എന്നിട്ട് പോലും ഒരു സെല്ലാണിത്. സാധാരണ പ്ലസ് മൈനസ് വരച്ച് വെച്ചുകൊണ്ട് സെല്ലാണിത്. DC ആണ്, ഡയറക്റ്റ് കറണ്ട്. എന്നിട്ട് പോലും ഞാൻ പറയുന്നത് വേരിയിങ് കറണ്ടാണ്. അങ്ങനെ വേരിയിങ് കറണ്ടായത്
ഈ കറണ്ടിന്റെ ഗ്രോത്തിനെ എതിർക്കുന്ന, വെള്ളത്തിൽ അങ്ങോട്ട് നീന്തുമ്പോൾ ഇങ്ങടേക്ക് ഒരു ഒഴുക്ക് ഉണ്ടാകുമെന്ന് പറയുന്ന പോലെ, വെള്ളത്തിൽ നമ്മൾ അങ്ങോട്ട് സ്വിം ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാകുമെന്ന് പറയുന്ന പോലെ, ഈ ഒരു കറണ്ട് ഇതിൽ പാസ് ചെയ്യുമ്പോൾ ഈ കറണ്ടിനെ എതിർക്കുന്ന ഒരു കറണ്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ വരച്ചില്ല എന്ന് മാത്രം. വേണമെങ്കിൽ ഐ ഡാഷിന് എതിർക്കുള്ളൂ. ഈ ഐക്ക് ഒരു എതിർപ്പുണ്ട്, വേറെ കറണ്ട് ഐ ഡാഷ്. ആ എതിർപ്പുള്ളതുകൊണ്ടാണ് ഈ ഐക്ക് ഗ്രോ ചെയ്ത് വരാൻ സാവകാശം എടുക്കുന്നത്. ഈ സാവകാശം എന്ന് പറയുമ്പോൾ മിനിറ്റുകളോളം മണിക്കൂറുകളോളം ഒന്നുമില്ല, സെക്കൻഡിന്റെ തന്നെ താഴേക്കുള്ളൂ. സെക്കൻഡ് പോലും ഇല്ല, അര സെക്കൻഡ് പോലും ഇല്ല, ഒരു മില്ലി സെക്കൻഡ് ആണെങ്കിൽ പോലും ചെറിയൊരു ഇന്റർവെൽ ഉണ്ട് ഈ ഐ എന്ന കറണ്ട് 0-ൽ നിന്ന് ഐ ആകാൻ. എക്സാമ്പിൾ 5 ആംപിയറാണ്. ഞാനിപ്പോൾ ഈ സെല്ല് വെച്ച് ഈ സർക്യൂട്ടിൽ പാസ് ചെയ്ത കറണ്ട് ഐ = 5 ആംപിയറാണ്. സ്വിച്ച് അവിടെ ഓൺ ചെയ്യുന്ന സമയത്ത് ഉടനെ 5 ആംപിയർ ഒന്നും കാണിക്കില്ല. ഇവിടെ ഒരു അമ്മീറ്റർ വെച്ചാൽ പോലും ആ അമ്മീറ്റർ ഇമ്മീഡിയറ്റ്ലി ഒരു 5 ആംപിയർ കാണിക്കില്ല. ഒരു ചെറിയ ഡിലേ ഉണ്ട്, ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആണെങ്കിലും ഒരു ചെറിയ ഡിലേ ഉണ്ട്. വൈ? ഈ കറണ്ടിനെ എതിർക്കുന്ന ഒരു കറണ്ട് ഇതിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ കറണ്ടിനെ എതിർക്കുന്ന കറണ്ട് ഇതിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഐ ഡാഷ് എന്നൊരു കറണ്ട് വേണമെങ്കിൽ വരയ്ക്കാം. ക്ലോക്ക് വൈസിൽ ഐ കാണിച്ചാൽ ആന്റി ക്ലോക്ക് വൈസിലുള്ള ഒരു ഐ ഡാഷ് വേണമെങ്കിൽ കാണിക്കാം. ആ ഐ ഡാഷ് ആണ് സെൽഫ് ഇൻഡക്ഷൻ വഴി ഇതിലുണ്ടായ കറണ്ട്. ഇപ്പൊ പറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് സെൽഫ് ഇൻഡക്ഷൻ. ഇതിലൊരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്, ഐ ഡബിൾ ഡാഷ് എന്ന് വേണമെങ്കിൽ കാണിക്കാം. ഇതിലൊരു കറണ്ട് ഉണ്ടാകുന്നുണ്ട്. ആ കറണ്ട് ഞാനിവിടെ വരയ്ക്കട്ടെ, അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് ഐ ഡബിൾ ഡാഷ്. ഇതിലിപ്പോൾ ഐ ഇങ്ങനെ കാണിച്ചു, അപ്പോൾ ഐ ഡാഷ് ആണെങ്കിൽ നേരെ തിരിച്ച് കാണിക്കണം. അത് വരച്ചില്ലാത്ത കുഴപ്പം. നമുക്ക് കോയിൽ എക്സ്പെരിമെന്റിൽ ഇതിലൊരു കറണ്ട് ഉണ്ടായി എന്നാണ് പറഞ്ഞു വരാൻ പറ്റും. ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴേ ഇവിടെ ഡിഫ്ലക്ഷൻ കാണിക്കും, ഈ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴേ ഇവിടെ ഡിഫ്ലക്ഷൻ കാണിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. When you switch on the primary circuit, A forming a primary circuit, B coil B forming a secondary circuit. ഇപ്പം അങ്ങനെ പേരിടും. പ്രൈമറി കോയിലും അതിൻ്റെ സർക്യൂട്ടും, അനദർ കോയിൽ സെക്കൻഡ് കോയിൽ, സെക്കൻഡറി കോയിൽ, അതും അതിൻ്റെ കാലോമീറ്റർ അറേഞ്ച്മെൻറ്റും എല്ലാം. സോ പ്രൈമറി കോയിലിനെ കറണ്ട് ക്യാരിങ് കോയിൽ ആക്കുക. ആ കറണ്ട് ഓൺ ചെയ്യുമ്പോൾ ആ കോയിലിൽ ആ കറണ്ട് ഗ്രോ ചെയ്ത് എന്താണോ ഈ കറണ്ടിൻ്റെ അളവ്, 5 ആംപിയർ ഞാൻ വെറുതെ എക്സാമ്പിൾ പറഞ്ഞു. ആ 5 ആംപിയർ ആണെങ്കിൽ 5 ആംപിയർ, 10 ആണെങ്കിൽ 10, അത്ര ആകാനായിട്ട് ദർ ഇസ് എ സ്മോൾ ഡിലേ. വൈ എന്ന് ചോദിച്ചാൽ there is another current developed in the coil. മാഗ്നറ്റിക് ഫ്ലക്സ് ഇതുമായി ബന്ധപ്പെടുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാണ്. ഇതുമായി ബന്ധപ്പെടുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഒരു ഇൻഡ്യൂസ് കറണ്ട് ഇതിലുണ്ടാവണം. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഇതിലൊരു ഇൻഡ്യൂസ് കറണ്ട് ഉണ്ടാവണം. ആ ഇൻഡ്യൂസ് കറണ്ട് അതിൽ കാരണക്കാരനെ എതിർക്കണം. ലെൻസസിൽ കറണ്ടോ തലയിലേക്ക്. സോ വെൻ വി സ്വിച്ച് ഓൺ ദ പ്രൈമറി സർക്യൂട്ട്, the primary circuit becomes a current carrying coil. It is a current which we are passing in the coil. അത് ഇൻഡ്യൂസ് കറണ്ട് അല്ല, പാസ് കറണ്ട് ആണ് സെല്ല് വെച്ചത്. And when the current grows from 0 to maximum in a short interval of time, magnetic flux with regard to coil A is variable d phi. Magnetic flux with regard to coil A is variable. Variation ആണല്ലോ d phi എന്ന് പറയുന്നത്. So there is a d phi by dt. There is an induced voltage across the two ends of the coil. There is an induced current in the coil. Let us think it as I dash. That I dash opposes I. അത് കാരണക്കാരൻ ഐ ആണ്, ഉണ്ടായത് ഐ ഡാഷ് ആണ്. ഐ ക്ലോക്ക് വൈസിലാണ് ഞാൻ വരച്ചതെങ്കിൽ ഐ ഡാഷ് ആന്റി ക്ലോക്ക് വൈസിൽ സങ്കല്പിക്കാം. അങ്ങനെ ഒരു കോയിലിൽ കറണ്ട് ഗ്രോ ചെയ്യുമ്പോൾ ആ കറണ്ടിന്റെ ഗ്രോത്തിനെ എതിർക്കുന്ന ഒരു കറണ്ട് ഈ കോയിലിൽ തന്നെ ഉണ്ടായി എന്ന് പറയുന്ന EM ഇൻഡക്ഷന്റെ പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. അതിനടുത്തിരിക്കുന്ന ഒരു കോയിലും ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും, അതും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ്. അത് വേറെ കോയിലായതുകൊണ്ട് നമ്മൾ പറയും മ്യൂച്വൽ ഇൻഡക്ഷൻ. When current grows in the primary coil, a current is developed in the secondary coil. I double dash. അത് ഇൻഡ്യൂസ് കറണ്ടാണ്. ഇത് ഐ പാസ് ചെയ്ത കറണ്ടാണ്. ഐ ഡാഷ് ഇൻഡ്യൂസ് കറണ്ടാണ്, ഞാൻ വരച്ചില്ല. ഐ പാസ് ചെയ്ത കറണ്ടാണ്. ഐ ഡാഷ് ഇതിൽ വരയ്ക്കാൻ വേണ്ടി എതിർ ദിശയിൽ, അത് ഇൻഡ്യൂസ് കറണ്ടാണ് സെൽഫ് ഇൻഡക്ഷൻ. ഐ ഡബിൾ ഡാഷ് ഇൻഡ്യൂസ് കറണ്ടാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇതാണ് കോയിൽ എക്സ്പെരിമെന്റ്. മാഗ്നറ്റ് വേണമെന്നില്ല, അവിടെ നമുക്ക് മാഗ്നറ്റിന്റെ ആവശ്യം. ഇങ്ങനെയാണ് കറണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കയറി ഇങ്ങനെ വരണം. അപ്പം ഇങ്ങനെ ഇത് സൗത്ത് പൊളാരിറ്റി കാണിക്കും, ഈ അറ്റം നോർത്ത് പൊളാരിറ്റി. ഇങ്ങനെ കറണ്ട് കയറി താഴേക്ക് ഇങ്ങനെ വരും. ഇതിങ്ങനെ കോയിൽ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെയാണ്, മുകളിൽ താഴേക്ക്.
ഇങ്ങനെയാണ് കറണ്ടെങ്കിൽ നോക്കൂ, ഇതാണ് കറണ്ട്. അപ്പോൾ ഫീൽഡ് താഴേക്ക് വരണം. ഫീൽഡ് താഴേക്ക് വരണമെങ്കിൽ അപ്പർ എൻഡ് സൗത്ത് ആയി തരണം, ലോവർ എൻഡ് നോർത്ത് പോൾ ആയി തരണം. എഴുതി വെക്കുകയാണെങ്കിൽ ഇവിടെ സൗത്ത് നിന്ന് ഇവിടെ നോർത്ത് നിന്ന് എഴുതേണ്ടി വരും, വേണമെന്നില്ല. കോയിൽ എക്സ്പെരിമെന്റ് എന്താണെന്ന് ജസ്റ്റ് പറയണം. അപ്പോൾ ഒന്ന് അതുകൂടി നോട്ട് ചെയ്തോ. കോയിൽ എക്സ്പെരിമെന്റ്, കോയിൽ എക്സ്പെരിമെന്റ്, കോയിൽ എക്സ്പെരിമെന്റ്. ഇങ്ങനെ പടം വെച്ചിട്ടോ ഒരു സെല്ല് എ എന്ന കോയിലേക്ക് ബന്ധിപ്പിച്ചേക്കണം. എ എന്ന കോയിൽ കറണ്ട് ക്യാരിങ് കോയിലാണ്. ബി എന്ന കോയിൽ അതിന് അടുത്താണ് ഇരിക്കുന്നത്. ജി ഗാൽവനോമീറ്റർ സെക്കൻഡ് കോയിലിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഫസ്റ്റ് കോയിലാണ് പ്രൈമറി കോയിൽ. എഴുതിയാൽ നമുക്ക് ഏതാണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കുറച്ച് കാര്യങ്ങളാവും. പിന്നെ ട്രാൻസ്ഫോമർ തുടങ്ങിയ കുറച്ച് ആപ്ലിക്കേഷൻ പഠിക്കാനുണ്ട് ഈ ചാപ്റ്റർ. പടം കംപ്ലീറ്റ് ചെയ്യേണ്ടത് figure shows two coils A and B. 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 A, capital A, capital B. Two coils A and B. Coil A is a current carrying coil. Coil A is a current carrying coil, comma the current that we are passing in it. Coil A is a current carrying coil. Coil A is a current carrying coil. ഏത് current? The current that we are passing in the coil. Coil A is a current carrying coil. The current that we are passing in the coil. അതാണ് A എന്ന കോയിലിന്റെ പ്രത്യേകത. The current that we are passing in the coil. The second coil B. The second coil B, capital B, becomes a current carrying coil. Becomes. The second coil B becomes a current carrying coil. Bracket induced current. I double dash. Second coil becomes a current carrying coil. Second coil becomes a current carrying coil. Bracket induced current I double dash. Induced current I double dash. Induced current I double dash. ഇനി പ്രൈമറി കോയിലിൽ ഒരു കറണ്ട് ഉണ്ടായിരുന്നു വേണം. ബ്രാക്കറ്റിൽ അടുത്ത ലൈനിൽ എഴുതിയാൽ മതി. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തല്ലോ. അപ്പോൾ ഇനി പുതിയ ബ്രാക്കറ്റ് ഇടാൻ പറ്റില്ലല്ലോ. അടുത്ത ലൈനായിട്ട് എഴുതിയാൽ മതി. ഇൻ ദ പ്രൈമറി കോയിൽ എ there is an induced current I dash. In the primary coil A there is an induced current I dash. There is an induced current I dash. There is an induced current I dash. In the primary coil A there is an induced current I dash by self induction. By self induction. In the primary coil A എന്ന coil there is an induced current I dash. അത് കാണിച്ചിട്ടില്ല. I dash by self induction. Self എന്ന് പറയുമ്പോൾ അതിൽ തന്നെയാണ്. By self induction. But I double dash is by mutual induction. But I double dash is by mutual induction. But I double dash is by mutual induction. By mutual induction. I double dash എന്ന് പറയുന്നത് by mutual induction. പടം കംപ്ലീറ്റ് അല്ലേ? I double dash is by mutual induction. But I double dash is by mutual induction. പടം കംപ്ലീറ്റ് ചെയ്തോ പെട്ടെന്ന്. I double dash is by mutual induction. By mutual induction. മാത്സ് പറഞ്ഞിട്ടില്ല. ഓക്കെ അല്ലേ?
വെക്കാലോ. ഓഫായില്ല അല്ലേ? ഭാഗ്യം.